നമസ്കാരം. മുഖ്യമന്ത്രിയുടെ ഗൺമാന് മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ നാട്ടുകാരുടെ നെഞ്ചത്ത് കയറാൻ അധികാരമുണ്ടോ? കഴിഞ്ഞ ദിവസമാണ് നവകേരള യാത്രയ്ക്കിടെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ബസ് കടന്നുപോകുന്ന വഴിയിൽ KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ റോഡരികിൽ നിന്ന് പ്രതിഷേധിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ഇവരെ ലോക്കൽ പോലീസ് അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് റോഡരികിലേക്ക് പിടിച്ച് മാറ്റി നിർത്തുമ്പോഴാണ് പുറകെ വന്ന മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാരുടെ കാറ് അതവിടെ നിർത്തുന്നു. അതിൽ നിന്നും 4-5 പേർ ചാടിയിറങ്ങുന്നു. ഈ 2 യുവാക്കളെ ലാത്തി ഉപയോഗിച്ച് പൊതിരെ തല്ലുന്നു. അതിദാരുണമായ മർദ്ദനമായിരുന്നു അത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നടു റോഡിൽ വെച്ചാണ് പട്ടാപ്പകൽ ഈ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാർ വലിയ രീതിയിലുള്ള ആക്രമണം, ഈ 2 നിരായുധരായ അവർ അക്രമമൊന്നും കാണിക്കാതെ അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധം പോലും അവസാനിപ്പിച്ച് റോഡരികിൽ നിൽക്കുന്ന യുവാക്കൾക്ക് നേരെ ലാത്തി പ്രയോഗം നടത്തുന്നത്, ഒരാളുടെ തല തൽക്ഷണം തന്നെ അടിച്ചു പൊട്ടിക്കുന്നതും നമ്മൾ കണ്ടതാണ്. ഇന്ന് ഈ ആക്രമണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രിയുടെ ഗൺമാനായിട്ടുള്ള അനിലാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത്. അയാൾ കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയിരുന്നു. ആ ആക്രമണം മാധ്യമപ്രവർത്തകന് നേരെയായിരുന്നു എന്നുള്ളതാണ്. മാധ്യമപ്രവർത്തകനായ ഒരു ക്യാമറമാൻ മുഖ്യമന്ത്രിയെ ഫോക്കസ് ചെയ്യുന്നതിനിടയിലാണ് ഇയാൾ കഴുത്തിന് പിടിച്ച് പുറകോട്ട് തല്ലുന്ന ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്നത് ഈ മുഖ്യമന്ത്രിയുടെ ഗൺമാന് ഈ തരത്തിൽ നാട്ടുകാരുടെ നെഞ്ചത്തേക്ക് കയറാനുള്ള അധികാരമുണ്ടോ? മുഖ്യമന്ത്രിയുടെ സുരക്ഷ അയാളുടെ ചുമതലയാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ എന്ന് പറയുമ്പോൾ അത് മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും സാഹചര്യത്തിലുള്ള അപകടം വരുന്നു എന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടാൽ മാത്രമേ ഈ രീതിയിൽ ഇടപെടാൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന് അധികാരമുള്ളൂ. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇവിടെ മുദ്രാവാക്യം മുഴക്കുന്നവർക്കെതിരെ, പാർട്ടിക്കെതിരെ മുദ്രാവാക്യം മുഴക്കുന്നവർക്കെതിരെ, മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എതിരെ മുദ്രാവാക്യം മുഴക്കുന്നവർക്കെതിരെയൊക്കെ പാഞ്ഞെടുക്കുകയും അവരെ ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനെ ന്യായീകരിക്കാൻ കുറച്ച് മന്ത്രിമാരും ഇവിടെയുണ്ട് എന്നുള്ളതാണ്. ഇന്ന് രാവിലെ മന്ത്രിമാരുടെ പ്രസ്താവനയൊക്കെ നമ്മൾ കേട്ടതാണ്. അതൊക്കെ രക്ഷാപ്രവർത്തനം മാത്രമായിരുന്നു. അതായത് വണ്ടിയുടെ മുന്നിലേക്ക് ചാടി വീഴുന്ന ആളുകളെ രക്ഷിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ്. രക്ഷിച്ചു കൊണ്ടുപോകുന്നതിനിടയിൽ ചിലപ്പോൾ ചില പിടിയും വലിയും അതുപോലെ തന്നെ അടിയുമൊക്കെ ഉണ്ടാകും. അത് സ്വാഭാവികമാണ് എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങളെ, കേരളത്തിൽ അധിവസിക്കുന്ന 3-3.5 കോടി ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് തുല്യമാണ് മന്ത്രിമാരുടെ പ്രസ്താവന എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. സത്യത്തിൽ ഇവരുടെ മനോനിലയ്ക്കൊക്കെ എന്തൊക്കെയോ കുഴപ്പമുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ശരിയാണ് എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. അതിനെല്ലാം ശേഷം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഞെട്ടിക്കുന്ന മറുപടിയാണ് ഉണ്ടായത്. അതായത് ഗൺമാൻ എനിക്കെന്തെങ്കിലും പറ്റുമോ എന്ന ഒരു ചിന്തയിലായിരിക്കാം ഇങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷേ തൻ്റെ നേർക്ക് അല്ലെങ്കിൽ തൻ്റെ വാഹനത്തിന് നേർക്ക് പാഞ്ഞെടുക്കുന്നവരെ പിടിച്ച് തള്ളുന്നത് മാത്രമാണ് താൻ കണ്ടത്. ഈ രീതിയിൽ ഉപദ്രവിക്കുകയോ തലയ്ക്കടിക്കുകയോ തലയ്ക്കടിച്ച് പൊട്ടിക്കുകയോ ഒന്നും ചെയ്തത് താൻ കണ്ടിട്ടേ ഇല്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. മുഖ്യമന്ത്രി കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നർത്ഥമില്ല. പോലീസ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഇത്രയധികം ദൃശ്യങ്ങൾ വാർത്താ മാധ്യമങ്ങളിൽ വന്നിട്ടും ഇത് സംബന്ധിച്ച ഒരു അന്വേഷണത്തിന് പോലും ഉത്തരവിട്ടിട്ടില്ല. ഏതെങ്കിലും രീതിയിലുള്ള നടപടി ഗൺമാനെതിരെ എടുക്കണമെങ്കിൽ തീർച്ചയായും അന്വേഷണം ആവശ്യമാണ്. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മാത്രമല്ല ഈ ഇന്ത്യ മഹാരാജ്യത്ത് VIP സെക്യൂരിറ്റി ഉള്ളത് എന്നോർക്കണം. പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഗവർണർമാരും ഒക്കെ സഞ്ചരിക്കുന്നതും അവരുടെ സുരക്ഷാ ഭടന്മാരെയും ഒക്കെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസമാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക് പോകും വഴി ഏതാനും SFI പ്രവർത്തകർ ഈ ഗവർണറുടെ കാറ് തടഞ്ഞു വയ്ക്കുകയും ആ കാറിനെ ആക്രമിക്കുകയും ബോണറ്റിലും സൈഡ് ഗ്ലാസ്സിലുമൊക്കെ ഇടിച്ച് പൊട്ടിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തത്. എന്നിട്ട് പോലും ഗവർണറുടെ സുരക്ഷാ ഭടന്മാരോ അല്ലെങ്കിൽ ഗവർണറുടെ ഗൺമാന്മാരോ SFIക്കാരെ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. എന്തിനേറെ പറയുന്നു, രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് എതിരെ പോലും പഞ്ചാബിൽ പ്രതിഷേധമുണ്ടായപ്പോൾ വലിയ ആയുധ ശേഖരവുമായി ഒരുങ്ങി നിന്നിരുന്ന പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഭടന്മാരിൽ ഒരാൾ പോലും അവിടുത്തെ ഒരു പ്രതിഷേധക്കാരൻ്റെയും ദേഹത്ത് തൊട്ടിരുന്നില്ല. ഇതിൻ്റെ അർത്ഥം അവർ വളരെയധികം പ്രൊഫഷണലായി കാര്യങ്ങളെ മാനേജ് ചെയ്തു എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ നടു റോഡിലോ വഴിവക്കത്തോ
VIP സെക്യൂരിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അവസരത്തിൽ, സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അവസരത്തിൽ VIP ആ സ്ഥലത്ത് നിന്ന് മാറ്റി അയാളുടെ ജീവൻ രക്ഷിക്കുകയാണ് പ്രൊഫഷണലായി ലോകമെങ്ങുമുള്ള ഗൺമാന്മാരും അതുപോലെ തന്നെ സെക്യൂരിറ്റി ജീവനക്കാരും ഒക്കെ ചെയ്യുക. അല്ലാതെ നാട്ടുകാരുടെ നെഞ്ചത്തേക്ക് കയറി അവരുടെ തല അടിച്ചു പൊട്ടിക്കലല്ല. അക്രമിയെ ഒരു രീതിയിലും നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുന്ന സന്ദർഭങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള പേഴ്സണൽ സെക്യൂരിറ്റി ഗാർഡുകൾ ആക്രമിക്കുകയോ വെടിവെക്കുകയോ ചെയ്യാറ്. അല്ലാത്ത പക്ഷം VIP ആക്രമണത്തിൽ നിന്നും രക്ഷിക്കുക എന്ന ശ്രദ്ധ മാത്രമായിരിക്കും അയാൾക്കുള്ളത്. ഇത്തരത്തിൽ ആക്രമിക്കാൻ വരുന്നവരുടെ അല്ലെങ്കിൽ ആക്രമിക്കും എന്ന സ്വഭാവം കാട്ടുന്നവരെ അങ്ങോട്ട് കടന്നാക്രമിക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ VIP ജീവന് പോലും ഭീഷണിയാകും എന്നുള്ളത് സുരക്ഷാ സംവിധാനങ്ങളിലെ അടിസ്ഥാന പാഠവും കൂടിയാണ്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇത്തരത്തിലുള്ള അടിസ്ഥാന പാഠങ്ങൾ പോലും മറന്ന് മുഖ്യമന്ത്രിയുടെ പോലും സുരക്ഷയെ അപകടത്തിലാക്കിക്കൊണ്ട് ഇത്തരത്തിൽ വഴിയിൽ കാണുന്നവരെയൊക്കെ തല്ലാൻ പോകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നാട്ടുകാർ പ്രതിഷേധിക്കുന്നുണ്ട് എങ്കിൽ, കോൺഗ്രസ്സുകാർ പ്രതിഷേധിക്കുന്നുണ്ട് എങ്കിൽ അവരെ നേരിടാൻ സ്ഥലത്ത് ലോക്കൽ പോലീസുണ്ട്. ലോക്കൽ പോലീസ് വളരെ വിജയകരമായി തന്നെ ഈ പ്രതിഷേധക്കാരെ പിടിച്ചു മാറ്റിയതുമാണ്. പിന്നെന്തിനാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഈ പറയുന്ന പ്രതിഷേധക്കാർക്ക് നേരെ തിരിയുന്നതും അവരുടെ തല ലാത്തി കൊണ്ട് അടിച്ചു പൊട്ടിക്കാൻ നടക്കുന്നതും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം മറ്റൊന്നുമല്ല. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയും രാജ്യത്തെ മറ്റ് VIP ഒക്കെ സഞ്ചരിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. അവരുടെ ആരും സുരക്ഷാ ഭടന്മാർ നാട്ടുകാരുടെ നെഞ്ചത്തേക്ക് കയറാറില്ല. പിണറായി വിജയൻ്റെ സുരക്ഷാ ഭടന്മാർ ഇങ്ങനെ നാട്ടുകാരുടെയും സമരക്കാരുടെയും ഒക്കെ നെഞ്ചത്തേക്ക് കയറുന്നതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ഇയാളുടെ നിയമനം പാർട്ടിക്ക് വേണ്ടി ജയ് വിളിച്ചതിൻ്റെ പേരിലാണ്. ഇയാളുടെ നിയമനം പാർട്ടിക്ക് കീഴടങ്ങി പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഇയാൾ ഒരു പാർട്ടി ഗുണ്ടയെപ്പോലെ പെരുമാറുന്നത് കൊണ്ട് മാത്രമാണ് ഇത്തരം സ്ഥാനങ്ങളിൽ ഇയാളെ എടുത്തു വച്ചിരിക്കുന്നത്. പാർട്ടിക്കെതിരെ, പാർട്ടി നേതാക്കൾക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധമുണ്ടായാൽ ഇയാൾ അസഹിഷ്ണുത കാണിക്കുകയും അവരെ ആക്രമിക്കുകയും ചെയ്യും. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെയും ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ സംസ്ഥാന പോലീസ് മേധാവിയെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരം സംഭവങ്ങൾ ജനാധിപത്യ വിരുദ്ധമാണ് എന്നത് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ സുരക്ഷയെ കൂടി അപകടത്തിലാക്കുന്നതാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.